എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ടെറസിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ അരികിലാണ്. അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ ടെറസിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വിളവെടുപ്പാണ്. കണ്ട, ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പൊ ടെറസിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നടുകയാണെങ്കിൽ വലിയ ചെലവൊന്നുമില്ല. നമുക്ക് വല്ല ഒരു ബക്കറ്റോ പെയിന്റിന്റെ ബക്കറ്റോ അല്ലെങ്കിൽ ഒരു ഡ്രമ്മൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം. ഞാനിവിടെ നട്ടേക്കണത് എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രമ്മിലാണ് നട്ടേക്കണത്. 2 ചെടിയാണ് നട്ടിരുന്നത്. ആ 2 ചെടി കണ്ട ഇതേപോലെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. അപ്പൊ പാരപ്പറ്റിന്റെ അടുത്തൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ചെലവുകൾ ഒന്നും തന്നെയില്ല. ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നട്ടാൽ എപ്പോഴും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീഴണം. കണ്ട, ഇതേപോലെ വീണെങ്കിൽ മാത്രമേ കായ് ഉണ്ടാവുള്ളൂ, ഫ്ലവർ ഒക്കെ ചെയ്യുള്ളൂ നന്നായിട്ട്. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടി നടാനായിട്ട്. സൂര്യപ്രകാശം കുറവാണെങ്കിൽ ഫ്ലവറും ചെയ്യൂല, നമുക്ക് കായ ഉണ്ടായി കിട്ടുകയുമില്ല. അപ്പൊ നമുക്ക് വലിയ പരിചരണം വേണ്ടാത്ത ഒന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ചെടി എന്ന് പറഞ്ഞാൽ കണ്ട നിറച്ച് മുള്ളുകളാണ് ചെടിയുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മ ഒരു സൈഡിലൊക്കെ വേണം വെക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ടെറസിലൊക്കെ നടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒച്ചിന്റെ ശല്യങ്ങളൊന്നും തന്നെ ഉണ്ടാവൂല. കണ്ട, നമ്മുടെ പറമ്പിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ട് നമ്മ കാണിച്ചു തന്നില്ലേ, മുഴുവൻ ഒച്ചിന്റെ ശല്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇതിന്റെ തണ്ടുകളൊക്കെ മുഴുവൻ ഒച്ചിങ്ങനെ തിന്നുമായിരുന്നു. നമുക്ക് ടെറസിൽ നട്ട ഡ്രാഗൺ ഫ്രൂട്ടിന് അങ്ങനത്തെ യാതൊരുവിധ ശല്യങ്ങളും ഇല്ല, വലിയ കീടങ്ങളുടെ ശല്യമൊന്നുമില്ല. പിന്നെ നമ്മ ഫ്രൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കവറൊക്കെ ചെയ്തിടണം, നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് മരപ്പെട്ടിയോ അല്ലെങ്കിൽ അണ്ണാനൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ കണ്ട ഇത് കഴിക്കാൻ സാധ്യതയുണ്ട്. അല്ലാണ്ട് വേറെ ഒരു ഈ പരിചരണങ്ങളൊന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. പിന്നെ വെള്ളം വളരെ കുറവ് മതി. നമ്മ മറ്റുള്ള ചെടികൾ നനക്കണ പോലെ നമുക്ക് എല്ലാ ദിവസവും ഡ്രാഗൺ ഫ്രൂട്ടിന് നനക്കണ്ട. ആഴ്ചയിൽ ഒരു ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഡ്രാഗൺ ഫ്രൂട്ടിന്. പിന്നെ വളങ്ങൾ എന്തെങ്കിലും ജൈവ വളങ്ങളൊക്കെ നമ്മൾ ഇട്ടുകൊടുത്താൽ മതി. അങ്ങനെ ഇന്ന വളങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ അടുക്കള വേസ്റ്റോ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അല്ലാണ്ട് വലിയൊരു വളങ്ങളുടെ ആവശ്യവുമില്ല ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഒരു മാർച്ചോട് കൂടിയാണ് ഈ ഫ്ലവർ ചെയ്ത് തുടങ്ങണത്. പിന്നെ നമുക്ക് നവംബർ വരെ നമുക്ക് ഇങ്ങനെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഈ സമയത്തൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ വിളവെടുക്കാനായിട്ട് നിൽക്കണ്ടാവും. കണ്ട, അപ്പൊ നമ്മ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ കണ്ട ഈ കായ ഉണ്ടായ ഈ തണ്ട് വേണം നമ്മ നടാനട്ടാ. മിക്ക ആളുകളും പറയണ്ട ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് 5 വർഷം 6 വർഷമൊക്കെ ഈ കായ ഉണ്ടാവണില്ലെന്നും. നമ്മിപ്പോ ഈ തണ്ട് കണ്ട ഇത് കായ ഉണ്ടായ തണ്ടാണ്. ഇത് തന്നെ മുറിച്ച് നടുകയാണെങ്കിൽ നമ്മ അടുത്ത വർഷം തന്നെ കായ ഉണ്ടാവും. അപ്പൊ നമ്മ എപ്പോഴും വിശ്വസിക്കാവുന്ന സ്ഥലത്തുനിന്ന് വേണം നമുക്ക് ഈ തണ്ടുകളൊക്കെ മേടിച്ച് നടാനായിട്ട്. കണ്ട, ഇതേപോലെ തണ്ടുമ്മലാണ് ഫ്ലവർ ചെയ്യണത്. കണ്ട, ഇതിന്റെ അരിയിലും ഇനിയിപ്പോ കണ്ട ഇതൊക്കെ ഇതിന്റെ ഫ്ലവർ ഉണ്ടായി വന്നെയാണ്. കണ്ട, ഇതേപോലെയാണ് ഫ്ലവർ ഉണ്ടായി. കണ്ട, ഈ ചെറിയ നിങ്ങൾ വിചാരിക്കും ചെറിയ തണ്ടുമ്മലൊക്കെ എങ്ങനെയാണ് ഈ ഫ്ലവർ ചെയ്യണേന്നൊക്കെ. കണ്ട, ഇതൊരു ചെറിയ തണ്ടാണെങ്കിലും ഇതുമ്മലൊക്കെ നമുക്ക് ഫ്ലവർ ചെയ്ത് കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരു ബക്കറ്റിൽ ഒരു 2 പീസൊക്കെ നട്ട് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യത്തിനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും. കണ്ട, നമ്മുടെ കൊടംപുളി മരമാണ് ഈ കാണുന്നത്. നിറച്ച് കൊടംപുളിയാണ് കായ്ച്ചെടുക്കുന്നത്. ടെറസിൽ നിന്ന് നോക്കുമ്പോഴാണ് നിറച്ച് പുളിയാണ്. നമുക്ക് കഴിഞ്ഞ വർഷവും നമുക്ക് ഇഷ്ടം പോലെ പുളി കായ്ച്ചിരുന്നിട്ട്. ചെറിയ ഒരു പുളിമരമാണ്, എന്നാലും ഇഷ്ടം പോലെ കിലോ കണക്കിന് കൊടംപുളി നമുക്ക് കിട്ടിയിട്ടുണ്ടാണ്ട. അപ്പൊ നമുക്ക് ഈ വർഷം ടെറസിൽ ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാം. കണ്ട, ഇതിപ്പോ ഒരു തണ്ടിൽ തന്നെയാണ് 2 എണ്ണം കിടക്കണാണ്ട്. ഇതേപോലെയൊക്കെ കായ്ക്കോട്ടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് വിളവെടുക്കാൻ പറ്റത് ഇതേപോലെ കണ്ട എടുത്താ മതി. കണ്ട, ഇതേപോലെ ഇങ്ങനെ തിരിച്ചെടുത്ത് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കും. പിന്നെ നമുക്ക് വേറെ ഉണ്ടട്ടിനി ടെറസിൽ. അപ്പൊ ഈ നമ്മുടെ ടെറസിൽ തന്നെ വേറെ സൈഡിൽ നട്ടേക്കാൻ ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. അതിലും കണ്ട കായകൾ ഉണ്ടായിട്ടുണ്ട്. അതും വിളവെടുക്കാനൊക്കെ ആയിട്ടുണ്ട്. കണ്ട, നമുക്ക് ഇതും ഒന്ന് വിളവെടുക്കാം. ഇതുമേലും കണ്ട ഫ്ലവറൊക്കെ ചെയ്തോണ്ടിരിക്കേണ്ടത്. ഇത് കുറച്ച് വെയിൽ കുറഞ്ഞ ഒരു സ്ഥലത്താണ് നിക്കണത്. അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോട്ട് നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട്. അപ്പൊ നമ്മ വിളവെടുത്ത ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. നമുക്ക് അപ്പൊ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത്. ഡ്രാഗൺ ഫ്രൂട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. കണ്ട,
ഇതേപോലെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്ത് കണ്ട. നമുക്ക് ഇതേപോലെ എടുത്താൽ മതി. കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ എടുത്താൽ മതി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മ ഇതേപോലെ പഴുത്ത് കഴിയുമ്പോഴാണല്ലോ നമ്മ വിളവെടുക്കണത്. നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് തന്നെയാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും ഷേക്ക് ഉണ്ടാക്കാനും അതേപോലെ വെറുതെ നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും കണ്ട ഇതിന്റെ മിക്ക ആൾക്കാരും ഈ സീഡൊക്കെ പാകി മുളപ്പിക്കണ്ടെന്ന് പറയുന്നുണ്ട്. സീഡ് പാകി മുളപ്പിച്ചാൽ വർഷങ്ങൾ പിടിക്കോട്ടാ നമുക്ക് കായ്ച്ചു കിട്ടാനായിട്ട്. കായ്ക്കലൊക്കെ കായ്ക്കും, പക്ഷെ കുറെ നാള് പിടിക്കും. പിന്നെ കുറെ ആളുകൾ പറയുന്നുണ്ട് ഈ പരാഗണം ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മിങ്ങനെ പരാഗണം ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അത് വേറെ വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു കേട്ടാ. പക്ഷെ ഇപ്പൊ നട്ട നമ്മ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒന്നും തന്നെ നമ്മ പരാഗണം ചെയ്തൊന്നും കൊടുക്കാറില്ല. എങ്കിൽ കൂടി നമുക്ക് എല്ലാ ഫ്ലവറും തന്നെ കായായിട്ട് കിട്ടാറുമുണ്ട്. അപ്പം നമുക്കെന്ന് പറയണ്ട ഇനിയിപ്പോ നവംബർ വരെ നമുക്ക് ഇതിന്ന് വിളവെടുത്തോണ്ടിരിക്കുക. ഇഷ്ടം പോലെ ഫ്ലവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കായ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മഴയൊക്കെയുള്ള വന്നത്, മഴയത്ത് നമുക്ക് ചൂട് മൂലമൊന്നും ഒരൊറ്റ കായ പോലും പൊഴിഞ്ഞു പോവുകയില്ല. അപ്പം നമ്മുടെ വീട്ടില് എളുപ്പം നടാൻ പറ്റിയതും ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലയും കൊടുക്കണം, നമുക്ക് ടേസ്റ്റും കുറവായിരിക്കുള്ളൂ. അപ്പൊ എല്ലാവരും ഇപ്പൊ ടെറസ് വീടാണ് എല്ലാവരുടേത്. ടെറസിലൊക്കെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇതേപോലെ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് എന്തായാലും കിട്ടും. അപ്പൊ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ നടണം. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളും കട്ടിങ്സ് ഒക്കെ ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാൻ കിട്ടും. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.